ഹായ് ഫ്രണ്ട്സ്, വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കേരള PSC LDC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കേരള നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നും മുൻവർഷം ചോദിച്ച 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? ഏത് നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? നെയ്യാറിലാണ്. സാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? സാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? ആരാണ്? വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം സമത്വ സമാജം. ഏതാണ്? സമത്വ സമാജം. ശ്രീലങ്കയുടെ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീലങ്കയുടെ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആര്? സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എവിടെയാണ്? ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും പ്രസ്താവിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും പ്രസ്താവിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നമ്പൂതിരി. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? അരയ സമാജം. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആര്? ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചേരമർ മഹാജന സഭ രൂപീകരിച്ചത് ആര്? ചേരമർ മഹാജന സഭ രൂപീകരിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂർ. എവിടെയാണ്? വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം സമത്വ സമാജം. തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. തിരുവിതാംകൂറിൽ നടന്ന പുലയലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? വാഗ്ഭടാനന്ദൻ. മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? വാഗ്ഭടാനന്ദൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? യോഗക്ഷേമ സഭ. പൊയ്കയിൽ യോഹന്നാൻ എന്ന ഉപദേശി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന ഉപദേശി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കുമാരഗുരുദേവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
ഡോക്ടർ പി പൽപ്പു. ആരാണ്? ഡോക്ടർ പി പൽപ്പു. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? അരുവിപ്പുറം. എവിടെയാണ്? അരുവിപ്പുറം. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത് ആരാണ്? കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആരാണ്? വാഗ്ഭടാനന്ദൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? IK കുമാരൻ. IK കുമാരൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച അറബി മലയാള മാസിക ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച അറബി മലയാള മാസിക ഏതാണ്? അൽ ഇസ്ലാം. അൽ ഇസ്ലാം. സാധുജന പരിപാലന യോഗം ആരംഭിച്ചത് ആരാണ്? സാധുജന പരിപാലന യോഗം ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. കേരളത്തിൽ മിശ്രഭോജന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കേരളത്തിൽ മിശ്രഭോജന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതിതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? എവിടെ വച്ചാണ്? കൊല്ലം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതിതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? കൊല്ലം. 1923 കാക്കിനഡ കോൺഗ്രസിൽ പങ്കെടുത്ത ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1923 കാക്കിനഡ കോൺഗ്രസിൽ പങ്കെടുത്ത ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ്? TK മാധവൻ. TK മാധവൻ. ഹരിജൻ സമുദായത്തിന് നൽകിയ സേവനങ്ങളെ മാനിച്ച് തിരുവിതാംകൂർ സർക്കാർ ആരെയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നിർദ്ദേശം ചെയ്തത്? ആരെയാണ്? അയ്യങ്കാളി. ഹരിജൻ സമുദായത്തിന് നൽകിയ സേവനങ്ങളെ മാനിച്ച് തിരുവിതാംകൂർ സർക്കാർ ആരെയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നിർദ്ദേശം ചെയ്തത്? അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസി വര്യൻ ആരാണ്? ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസി ആരാണ്? ആനന്ദതീർത്ഥൻ. ആരാണ്? ആനന്ദതീർത്ഥൻ. പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. പുരുഷസിംഹം എന്നു വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. സഹോദര സംഘം രൂപീകരിച്ചത് ആരാണ്? K അയ്യപ്പൻ. സഹോദര സംഘം രൂപീകരിച്ചത് K അയ്യപ്പൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഡിവിഷൻ്റെ തലവനായ നേതാവ് ആരാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഡിവിഷൻ്റെ തലവനായ നേതാവ് KP കേശവമേനോൻ. KP കേശവമേനോൻ. 1905 അധകൃത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. 1905 അധകൃത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. പാണ്ടിപ്പറയൻ എന്ന പേര് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാണ്ടിപ്പറയൻ എന്ന പേര് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൈക്കാടയ്യ. ആരാണ്? തൈക്കാടയ്യ. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആര്? ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആരാണ്? ആനന്ദതീർത്ഥൻ. ആരാണ്? ആനന്ദതീർത്ഥൻ. സമത്വ സമാജം സ്ഥാപിച്ച വർഷം.
സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. 1836. ദൈവം സർവ്വവ്യാപിയാണ്. ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല. ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം. ഇതാരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാണ്? ആനന്ദ തീർത്ഥൻ. ദൈവം സർവ്വവ്യാപിയാണ്. ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല. ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറഞ്ഞത് ആനന്ദ തീർത്ഥൻ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആര്? ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി. ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത്? ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ജരി. നവമഞ്ജരി. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂർ. എവിടെയാണ്? ഇരവിപേരൂർ. വേല ചെയ്താൽ കൂലി വേണം. ഈ മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികൾ. മിശ്രവിവാഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാട്. മിശ്രവിവാഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാട്. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലം. മന്നത്ത് പത്മനാഭൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? പെരുന്ന. പെരുന്ന. 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. അയ്യപ്പൻ, കുഞ്ഞൻപിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. അയ്യപ്പൻ, കുഞ്ഞൻപിള്ള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. കേരളത്തിലെ ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ആരാണ്? AK ഗോപാലൻ. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. വക്കം അബ്ദുൾ ഖാദർ മൗലവി. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആര്? കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. ധർമ്മം ആരുടെ രചനയാണ്? ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതി ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതി വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആര്? മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. വക്കം അബ്ദുൾ ഖാദർ മൗലവി. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? പ്രാചീന മലയാളം. പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി. സഹോദര സംഘം സ്ഥാപിച്ചത് എവിടെയാണ്? സഹോദര സംഘം ചേറായി.
ചേറായിലാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച നടന്ന വർഷം. മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച നടന്ന വർഷം 1937. സഹോദരൻ അയ്യപ്പനുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സഹോദരൻ അയ്യപ്പനുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രജാമണ്ഡലം. ഏത് സാമൂഹിക പരിഷ്കർത്താവുമായാണ് ഊരുളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ളത്? ഏത് സാമൂഹിക പരിഷ്കർത്താവുമായാണ് ഊരുളങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ബന്ധമുള്ളത്? ആരുമായാണ്? വാഗ്ഭടാനന്ദൻ. ആരാണ്? വാഗ്ഭടാനന്ദൻ. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. സാധുജന ഭൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സാധുജന ഭൂതൻ മാസികയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് പാമ്പാടി ജോൺ ജോസഫ്. ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ അച്ചടി ആരംഭിച്ചത് എവിടെ നിന്നാണ്? യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ അച്ചടി ആരംഭിച്ചത് എവിടെ നിന്നാണ്? എറണാകുളം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. സ്ത്രീ വിദ്യാപോഷിണി ആരുടെ രചനയാണ്? സ്ത്രീ വിദ്യാപോഷിണി ആരുടെ രചനയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയുടെ ശതാബ്ദിയാണ് 2014 ആഘോഷിച്ചത്? ഏതാണ്? ദൈവദശകം. ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയുടെ ശതാബ്ദിയാണ് 2014 ആഘോഷിച്ചത്? ദൈവദശകം. SNDP യോഗം നിലവിൽ വന്നത്. SNDP യോഗം നിലവിൽ വന്നത് 1903 മെയ് 15. 1903 മെയ് 15. 1904 സ്ഥാപിതമായ ഏത് പ്രസിദ്ധീകരണമാണ് അവശവിഭാഗങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുകയും ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തത്? ഏതാണ്? വിവേകോദയം. 1904 സ്ഥാപിതമായ ഏത് പ്രസിദ്ധീകരണമാണ് അവശവിഭാഗങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുകയും ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തത്? ഏതാണ്? വിവേകോദയം. ദർശനമാല, ദൈവദശകം എന്നീ കൃതികളുടെ കർത്താവാരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു രചിച്ച കൃതികളുടെ പേരെന്താണ്? ദർശനമാല, ദൈവദശകം. അയ്യങ്കാളി അന്തസ്ഥിതർക്കു വേണ്ടി വിദ്യാലയം ആരംഭിച്ചത് എന്ന്? അയ്യങ്കാളി അന്തസ്ഥിതർക്കു വേണ്ടി വിദ്യാലയം ആരംഭിച്ചതെന്നാണ്? 1905. ആത്മവിദ്യാകാഹളം, ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാകാഹളം, ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. തിരുവിതാംകൂർ ഈഴവസഭ സ്ഥാപിച്ചതാരാണ്? തിരുവിതാംകൂർ ഈഴവസഭ സ്ഥാപിച്ചതാരാണ്? ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. 1887. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. നാണു ആശാൻ എന്നറിയപ്പെടുന്ന സുപ്രസിദ്ധ വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരു. നാണു ആശാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരു. മുടിചൂടും പെരുമാൾ എന്ന നാമോദയത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികൾ.
ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ ആരുടെ വാക്കുകളാണ്? വാഗ്ഭടാനന്ദൻ. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നത് ഷൺമുഖദാസൻ എന്നാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? വൈകുണ്ഠസ്വാമികൾ. കേരളത്തിൽ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? വൈകുണ്ഠസ്വാമികൾ. 1914 നെയ്യാറ്റിൻകരയിലെ ഒരു സർക്കാർ സ്കൂളിൽ അയ്യങ്കാളി ചേർക്കാനായി കൊണ്ടുവന്ന പുലയ കുട്ടിയെ ഹെഡ് മാസ്റ്റർ ചേർത്തില്ല. തുടർന്നുണ്ടായ കലാപത്തെ അറിയപ്പെടുന്നത് എന്താണ്? 90-ാം ആണ്ട് ലഹള. 1914 നെയ്യാറ്റിൻകരയിലെ ഒരു സർക്കാർ സ്കൂളിൽ അയ്യങ്കാളി ചേർക്കാനായി കൊണ്ടുവന്ന പുലയ കുട്ടിയെ ഹെഡ് മാസ്റ്റർ ചേർത്തില്ല. തുടർന്നുണ്ടായ കലാപമാണ് 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവിതാംകൂറിലേക്ക് സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവിതാംകൂറിലേക്ക് സവർണജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തി. കേരളത്തിലെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? കേരളത്തിലെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പൻ. കേരള കത്തോലിക്ക സഭയിൽ, വിശേഷിച്ച് കത്തോലിക്ക സുറിയാനി സഭയിൽ ദുരവ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ ആരാണ്? ചാവറ അച്ഛൻ. ആരാണ്? ചാവറ അച്ഛൻ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചതിലൂടെ പ്രസിദ്ധമായ ദേശമേതാണ്? അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചതിലൂടെ പ്രസിദ്ധമായ ദേശമേതാണ്? അരുവിപ്പുറം. 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യകേരള സമ്മേളനം നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. 1947 കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യകേരള സമ്മേളനം നടന്നത് എവിടെയാണ്? തൃശ്ശൂർ. ഐ മെറ്റ് എ റിമാർക്കബിൾ മാൻ എന്ന് വിവേകാനന്ദ സ്വാമി വിശേഷിപ്പിച്ച ആ മഹത് വ്യക്തി ആര്? ഐ മെറ്റ് എ റിമാർക്കബിൾ മാൻ എന്ന് വിവേകാനന്ദ സ്വാമി വിശേഷിപ്പിച്ച ആ മഹത് വ്യക്തി ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന സാമൂഹിക നാടകം രചിച്ചതാരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന സാമൂഹിക നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? കുമാരനാശാൻ. ആരാണ്? കുമാരനാശാൻ. അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി. മുത്തുക്കുട്ടി എന്ന പേരുണ്ടായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. മുത്തുക്കുട്ടി എന്ന് പേരുണ്ടായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. ഓക്കെ ദെൻ, കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.